ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഈ 4 ചിത്രങ്ങൾ. അതുപോലെ നമ്മുടെ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ്. അപ്പോൾ കണ്ടാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും സർക്കിൾസ് വരച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ 4 ചിത്രങ്ങൾ നമുക്കൊന്ന് വരച്ചാലോ? നമുക്ക് ഫസ്റ്റ് ചിത്രത്തിൽ ആദ്യം 1 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാം. അതിനുശേഷം അതേ സെൻറ്ററിൽ വെച്ച് നമ്മളൊരു 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളും കൂടി വരയ്ക്കുന്നു. അങ്ങനെ 2 സർക്കിൾ വരച്ചതിന് ശേഷം അകത്തുള്ള സർക്കിളിനെ 5 ഈക്വൽ ഡിവിഷനാക്കി കട്ട് ചെയ്യണം. പുറത്തുള്ള സർക്കിളിനെയും 5 ഈക്വൽ ഡിവിഷനാക്കി കട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക? 360നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 7 5 35, റിമൈൻഡർ 1 10-5 2 72 ഡിഗ്രി വെച്ച് ഈ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി നിങ്ങൾ പെൻസിൽ ഉപയോഗിക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് മായ്ച്ച് കളയാനുള്ളതാണ്. ആദ്യം 72 ഡിഗ്രി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 72 ഡിഗ്രി മെഷർ ചെയ്യുന്നു. 71 72 ഇതാ ഇവിടെ വരും. അത് വെച്ചിട്ട് ഇത് വരയ്ക്കുന്നു. രണ്ടും അങ്ങോട്ട് വരയ്ക്കാവേ. ആദ്യം ഒരെണ്ണം പൂർത്തിയാക്കാം. ഇനി എന്ത് ചെയ്യുക? ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് നമ്മൾ 5 ഈക്വൽ പാർട്ടാക്കുന്നു. എല്ലാം കൂടി ജോയിൻ ചെയ്യാം. എല്ലാം കൂടി ജോയിൻ ചെയ്യേണ്ട, നമുക്ക് ഈ പോയിൻറ്റ്സ് മാത്രം ചേർത്ത് അടയാളപ്പെടുത്തിയിട്ട് ബാക്കി സർക്കിൾസ് അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി, റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെൻറ്റഗൺ കിട്ടും. ഈ സർക്കിളിൻ്റെ പോർഷൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളങ്ങ് റബ്ബ് ചെയ്ത് കളയണം കേട്ടോ. ഇതെല്ലാം അങ്ങ് റബ്ബ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആ പെൻറ്റഗൺ കിട്ടും. ഇനി വീണ്ടും അതുപോലെ നമുക്ക് പെൻറ്റഗണിൻ്റെ ഒരു പോയിൻ്റ് ഈ ലൈനിൻ്റെ മിഡിൽ പോയിൻറ്റിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒരു മാർക്കിംഗ് നടത്തിയതിന് ശേഷം ഇത് ബേസ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 72 ഡിഗ്രി വീണ്ടും എടുക്കുക. അതൊക്കെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഭയങ്കര കട്ടിയായിട്ട് വരച്ചാൽ നമുക്ക് മായ്ച്ച് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കാണും. അതുകൊണ്ട് ലൈറ്റായിട്ട് വരയ്ക്കാവുള്ളൂ. എത്ര വേണം? 72. ഇനി നമുക്കെല്ലാം 72 വേണം. അതും ഫുൾ വരയ്ക്കേണ്ട, നമുക്ക് ആ ഒരു പോയിൻ്റ് മാത്രം മതി. ആ പോയിൻ്റ് ലക്ഷ്യമാക്കി നമ്മളൊരു അടയാളപ്പെടുത്തൽ നടത്തിയാൽ മതി. സോ ഈ ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് 5 എണ്ണം മാർക്ക് ചെയ്യുന്നു. 1 2 3 4 5 എണ്ണമായി. ഇനി എന്ത് ചെയ്യുക? അതെല്ലാം കൂടി ചേർത്ത് വരയ്ക്കുക. നമ്മളതും വരച്ച് പൂർത്തിയാക്കിയതിന് ശേഷം ഈ സർക്കിൾ അങ്ങ് റബ്ബ് ചെയ്ത് കളയുക. ഓക്കെ, എല്ലാം 72 വെച്ച് നമുക്ക് 5 ഈക്വൽ ഡിവിഷൻസ് ആക്കി മാറ്റുന്നു. ടീച്ചർ മായ്ച്ചപ്പോൾ കുറേയൊക്കെ മാഞ്ഞു പോയി, എങ്കിലും സാരമില്ല. നമുക്ക് കളറടിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളും വരയ്ക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിയൊക്കെ പോവും. മായ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച വരയൊക്കെ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ? ഈ 2 എൻ പോയിൽ നിന്നും പുറത്തുള്ള പെൻറ്റഗണിൻ്റെ അല്ലെങ്കിൽ പുറത്തുള്ള പഞ്ചഭുജത്തിൻ്റെ ശീർഷത്തിലേക്ക് വരയ്ക്കണം. അതിൻ്റെ വെർട്ടെക്സിലേക്ക് വരയ്ക്കണം. ഓക്കെ,
പിന്നെ ഇതൊന്നും മായ്ക്കാൻ നിൽക്കേണ്ട, നിങ്ങളതിന് പാകമായിട്ട് കളറടിച്ച് അത് മേക്കപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളറടിക്കുന്നതിനകത്തുള്ള നമുക്കത് കറക്റ്റായി വന്നോളൂ. ഇച്ചിരി ചെരിഞ്ഞു പോയി. ഇനി നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ മായ്ച്ച് കളയണം. എന്നിട്ട് ബാക്കിയിൽ നമ്മൾ കളറടിക്കാം. നമുക്ക് വേണ്ടത് ഈ 3 കളറുകളാണ്. അപ്പം പച്ച കളർ ഏറ്റവും പുറത്തും, യെല്ലോ കളർ ഈ ഒരു ട്രയാങ്കിളിലും, റെഡ് കളർ ഏറ്റവും നടുവിലുമാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്കൊന്ന് വരയ്ക്കാം. റെഡ് കളർ അടിച്ച് തുടങ്ങാം. നിങ്ങളും എൻ്റെ ഒപ്പമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ കൂടെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കൃത്യമായിട്ട് ഇത് വരച്ചെങ്കിലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമിന് ചിലപ്പോൾ കളറടിക്കാനായിരിക്കും എക്സാമിന് വരുന്നത്. നമ്മളിത് വരച്ച് ഏറ്റവും ഭംഗിയായി കളറടിച്ച് നൽകാനൊക്കെ ആവശ്യപ്പെടുമായിരിക്കും കേട്ടോ. യെല്ലോ കളറും കൂടെ ഫിനിഷ് ആകാൻ പോവാണ്. ഇനി നമുക്ക് ഗ്രീൻ കളർ അടിക്കാം. ഏറ്റവും ഔട്ടറിലുള്ള ഈ ഭാഗത്താണ് ഗ്രീൻ കളർ അടിക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ചിത്രം ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ചിത്രം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ചിത്രമാണ് നമ്മളിപ്പോൾ വരച്ചത്. അപ്പം നിങ്ങൾ കുറച്ചുകൂടി വൃത്തിയാക്കി ചെയ്യണം. ടീച്ചറുടെ സ്കെച്ച് പേനയിൽ കളർ ഇച്ചിരി കുറവായിരുന്നു. നിങ്ങൾ നല്ല ഡീപ്പായിട്ട് നല്ല കട്ടിയിൽ കളർ അടിച്ചെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ ഒരു സെൻറ്റിമീറ്റർ, പിന്നെ 2 സെൻറ്റിമീറ്റർ, പിന്നെ 4 സെൻറ്റിമീറ്റർ ആരമുള്ള 3 വൃത്തങ്ങൾ ഒരേ കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുക. ഒരേ സെൻറ്ററിൽ നിന്ന് 3 സർക്കിൾസ് വരയ്ക്കുക. 1, അതിനുശേഷം 2 സെൻറ്റിമീറ്റർ, അതിനുശേഷം ഒരു 4 സെൻറ്റിമീറ്റർ അളവെടുത്ത് വരയ്ക്കുക. ഇതിലെല്ലാം നമുക്ക് 5 ആയിട്ടാണ് ഈ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലായിടത്തും നമ്മൾ 5 75 എന്ന് പറയുമ്പോൾ 72 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുന്നു. ഇവിടെ നിന്ന് 72 എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ ഇവിടെ എത്തി. 70, 71, 72 ഇവിടെ എത്തി. നമ്മളത് വരയ്ക്കണ്ട, നമ്മൾ ആ ദൂരം കോമ്പസിൽ മെഷർ ചെയ്താൽ മതി. ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പോവാം. ഇതാണ് 0 എന്നുള്ള ലൈന്. സ്കെയിലെടുത്ത് ഒന്ന് മെഷർ ചെയ്യട്ടെ. അതെന്താണെന്ന് ടീച്ചർ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുള്ള് ഒത്തിരി വരകളായിട്ട് വരും. അപ്പോൾ നമുക്ക് ചിത്രം കാണാൻ ഒരു ഭംഗി ഉണ്ടാകത്തില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് 5 എണ്ണം അടയാളപ്പെടുത്തി വയ്ക്കാം. 1, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4, ഇത് 5ാമത്തെ പോർഷൻ. അതുപോലെ ഇതിലും 5 ഡിവിഷൻസ് ഉണ്ടാക്കണം, ഇതിലും 5 ഡിവിഷൻ ഉണ്ടാക്കണം. അതിൻ്റെയും പുറത്തെ പോയിൻറ്റിന് ഈ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കുത്തി ഇങ്ങോട്ടേക്കും ഇവിടെ കുത്തി ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ ഇവിടെ നിന്ന് പുറത്തേക്കും അതുപോലെ ഇവിടെ നിന്നും ഈ സൈഡിലേക്ക്, അങ്ങനെ മുഴുവനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആർക്ക് ലെങ്ത് വരയ്ക്കുന്നു. അതിൻ്റെ അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുക.
അപ്പുറത്തെ എല്ലാ പോയിന്റിലേക്കും ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അതുപോലെ നമ്മൾ ഉള്ളിലും അതേപോലെ തന്നെ 5 എണ്ണം മാർക്ക് ചെയ്തിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുക കേട്ടോ. എല്ലാത്തിലും സെയിം ഐഡിയ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കേട്ടോ, നമുക്കൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു ടീച്ചർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ടീച്ചർ പെട്ടെന്ന് നമ്മൾ ആംഗിൾ ഡിവിഷൻ പ്രൊട്രാക്ടറിൻ്റെ ഉപയോഗം നിങ്ങൾ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അങ്ങനെ. ഈ സർക്കിളായിട്ട് വന്ന എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതെല്ലാം റബ്ബ് ചെയ്ത് കളയാം കേട്ടോ. എങ്കിലേ നമുക്ക് യഥാർത്ഥ ചിത്രത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ കളറുകൾ നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവരും സ്കെച്ച് പെയിനൊക്കെ വാങ്ങണേ. ടീച്ചറുടെ സ്കെച്ച് പെയിനിൻ്റെ കളർ കുറവാണ്, അതുകൊണ്ട് ഞാൻ ടീച്ചർ ഇങ്ങനെയൊക്കെ ചെയ്യാണ്. നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് കളർ ചെയ്യണം കേട്ടോ. അപ്പോൾ നടുവിൽ നമ്മൾ റെഡ് കളർ കൊടുത്തു. പുറത്തുള്ളതിന് ഈ വരകളൊക്കെ നമ്മൾ കളയണം. കളഞ്ഞിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് നമ്മൾ യെല്ലോ കളർ കൊടുക്കണം. ഏറ്റവും പുറത്ത് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലൂ കളറാണ് കേട്ടോ. ഇതെല്ലാം മായ്ച്ചിട്ട് കളയണേ. ടീച്ചറൊന്ന് റബ്ബ് ചെയ്തേക്കാം. റബ്ബ് ചെയ്യാതെ ചെയ്താൽ ചിലപ്പോൾ ഒരു ഭംഗി കാണില്ല. ഇതെല്ലാം നമ്മൾ മായ്ച്ച് കളയണം. എന്നിട്ട് വേണം നമ്മൾ അതിന് കളർ കൊടുക്കാൻ. ഏറ്റവും പുറത്തുള്ളതിന് നമുക്ക് ബ്ലൂ കളറുമാണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും പുറത്ത്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ. സൂക്ഷ്മതയോടെ ക്ഷമയോടെ വേണം കളർ കൊടുക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം പുറത്തേക്കൊക്കെ പോട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്കൊക്കെ കളർ അടിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ ചിത്രം വരച്ച് നമ്മൾ തന്നെ കളർ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടാവത്തില്ലേ? അപ്പോൾ ടീച്ചർ സ്കൂളിലൊക്കെ ചിലപ്പോൾ ക്ലാസ് റൂമിൽ ഒരു ചിത്രം ടീച്ചർ വരച്ച് തന്നതിന് ശേഷം ബാക്കിയുള്ളവ ഹോംവർക്ക് ആയിരിക്കും. അപ്പോൾ വീട്ടിൽ പോയിരുന്ന് വളരെ സാവധാനം നല്ല ഭംഗിയായിട്ട് നിങ്ങൾ കളർ അടിക്കണം കേട്ടോ. ഏകദേശം നമ്മുടെ ചിത്രം പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. റെഡ് കളറിൻ്റെ മഷി പോയതുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ ഔട്ട്ലൈനൊക്കെ കറക്റ്റാണ്. അപ്പം നിങ്ങൾ കറക്റ്റ് ഔട്ട്ലൈൻ ഇട്ട് നന്നായിട്ട് സ്കെച്ച് പെന്നിനേക്കാൾ, ഇപ്പോൾ ടീച്ചർ വരച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സ്കെച്ച് പെന്നിനേക്കാൾ നല്ലത് ക്രയോണാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ ചാപ്റ്റർ തുടങ്ങുമ്പം തന്നെ നിങ്ങൾ ക്രയോൺ വാങ്ങിച്ചോ കേട്ടോ. ക്രയോൺ വാങ്ങിച്ചിട്ട് കളർ അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചിത്രത്തിൽ 8 ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ 8 ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 8 ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ 360 ഡിവൈഡഡ് ബൈ 8. 8 4 32. 6 - 2 4. 40ൽ 5 ടൈംസ്. അപ്പം 45 ഡിഗ്രി വെച്ചിട്ട് വേണം നമ്മൾ സർക്കിളിൽ ആംഗിൾസ് മെഷർ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. പെൻസിൽ ഉപയോഗിച്ചാണ്, സ്കെച്ച് ഉപയോഗിച്ച് വരച്ചാൽ ചിലപ്പോൾ മായ്ക്കാൻ പാടാണ്. നമ്മളൊരു പെൻസിൽ ഉപയോഗിച്ച് ലൈറ്റായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അവിടെ 45 ഡിഗ്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. 45 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്തെടുത്തു. അത് ജസ്റ്റ് ഒരു മാർക്കിങ് മതി, ഒത്തിരി ഒന്നും വേണ്ട. ജസ്റ്റ് ഇതാ അവിടെ ഒരു കുത്തിട്ടാൽ മാത്രം മതി കേട്ടോ. ഇനി ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ അളന്നെടുക്കുന്നു, ആർക്ക് ലെങ്ത്. അങ്ങനെ നമുക്ക് എത്ര പീസസ് കിട്ടും? 8 പീസസ് കിട്ടും. നോക്കാം. 45 വെച്ച് 1 2 3 4 5 6 7 8 പീസസ് കിട്ടി. എന്ത് ചെയ്യാവ, എല്ലാം തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ. അത് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സർക്കിൾ എത്രയായിട്ട് സർക്കിൾ ഡിവിഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സത്യത്തിൽ ഇത്
ആ 360 കൊണ്ട് ഡിവൈഡ് 360നെ ഓരോരോ പീസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു ആശയത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ആശയം ഉപയോഗിച്ചാണ് ഈ സർക്കിളല്ല ഈ ഒരു ഒക്ടഗൺ 8 വശമുള്ളത് നമ്മൾ ഒക്ടഗൺ അഷ്ടഭുജം എന്ന് പറയും കേട്ടോ. അയ്യോ ടീച്ചർക്ക് ഒരു അബദ്ധം പറ്റി. നീല വരച്ചത് സ്കെച്ച് വിട്ട് വരച്ചത് മായ്ച്ച് കളയേണ്ടതായിരുന്നു. പോട്ടെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് മായ്ച്ച് കളഞ്ഞേക്കണേ. ഇനി നമ്മുടെ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു സ്ക്വയർ ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഞാൻ സ്കെച്ചില്ലാത്ത ഒരെണ്ണം ഞാൻ വേറെ വരച്ചെടുത്തു കേട്ടോ, നിങ്ങൾക്കത് വായിച്ച് കാണിക്കാൻ വേണ്ടി. ഇനി ഇതിനകത്ത് നമുക്ക് സ്ക്വയറാണ് വേണ്ടത്. അപ്പോൾ 90 ഡിഗ്രി ആയിട്ട് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 90 ഡിഗ്രി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി കൂടെ അളന്നെടുക്കുക. ഈ ഒരു പോയിന്റിലാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ 90 ഡിഗ്രി കറക്റ്റ് 90 ഡിഗ്രി എടുത്തു. പെൻസിലിൽ മാർക്ക് ചെയ്യാവുള്ളേ. അപ്പോൾ 90 ഡിഗ്രി നമ്മൾ ആർക്ക് ഉപയോഗിച്ച് എടുക്കാം. അപ്പം നമുക്ക് 4 കിട്ടും. നമുക്കതിനെ സ്ക്വയറാക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ആ 4 പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. അവിടെ ആ സർക്കിൾസ് നമ്മൾ റബ്ബ് ചെയ്ത് കളയാം. 4 കൂടി ജോയിൻ ചെയ്തു. ഇനി നമ്മൾ വീണ്ടും ഈ കോർണറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. നമുക്ക് എല്ലാ കോർണറും യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ മായ്ച്ച് കളഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കളറുകളും കൊടുത്താൽ മതിയാവും കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, കളർ അടിക്കുമ്പോൾ അതെല്ലാം ശരിയായിക്കോളും കേട്ടോ. നടുവിൽ നമ്മൾ ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. നല്ല കളറുള്ള സ്കെച്ച് പേനയാണെങ്കിൽ നമുക്ക് വേഗം കളറടിച്ച് പോകാം. ടീച്ചറിൽ 2-3 എണ്ണമേ നന്നായിട്ട് കളറുള്ളതുള്ളൂ, ബാക്കിക്കൊന്നിനും കളറില്ല. ഇനി ഗ്രീനാണ്. ഇവിടെ ഗ്രീനിന് ഇച്ചിരി കളർ കുറവാണ്, അപ്പോൾ ഒരു ഭംഗി കുറവായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ ക്രയോൺ ഉപയോഗിച്ച് ചെയ്യണം, ടീച്ചർ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് നിങ്ങൾ നന്നായിട്ട് ഭംഗിയായിട്ട് കളറടിക്കുക. ഇനി നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഇച്ചിരി റഫായിട്ടൊക്കെയാണ് വരച്ച് തരുന്നത്. നിങ്ങൾ നന്നായിട്ട് നോട്ട്ബുക്കിൽ ഒരു പേജ് ഫുള്ളായിട്ട് ഓരോ ചിത്രത്തിനും വരയ്ക്കാൻ എടുക്കണം കേട്ടോ. അവസാനത്തെ ചിത്രമാണ് അത്. നമ്മൾ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ആ സ്ക്വയറിൻ്റെ ലെങ്ത് നമുക്കൊരു 2 സെൻറ്റിമീറ്റർ കൊടുക്കാം. 1 മുതൽ 3 വരെ എടുക്കാം. അപ്പോൾ 2 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ വരയ്ക്കാം. സ്ക്വയർ വരയ്ക്കുമ്പോൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യണം. മുകളിലേക്ക് 90 ഡിഗ്രി നമുക്ക് വേണമല്ലോ. ഇങ്ങോട്ട് 90 ഡിഗ്രി വേണം. ഇവിടെയും 90 ഡിഗ്രി കുത്തിനെയുള്ള വരെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അത് മുകളിലേക്ക് എത്ര വേണം, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 നിന്ന് 2 നമ്മൾ മുകളിലേക്ക് എടുത്താൽ മതി കേട്ടോ. 4 വരെ വരയ്ക്കുക. ഇവിടെ അങ്ങനെ തന്നെ 6 നിന്ന് ഒരു 4 വരെ വരച്ച 2 1 2 കണ്ടോ. ഇനി നമുക്ക് 2 സെൻറ്റിമീറ്റർ എടുക്കാം. അല്ലാതെ നമ്മൾ ഈ അറ്റം കൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് ഇവിടെ ഇല്ല, നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നത്. അപ്പോൾ അടയാളപ്പെടുത്തൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു പറഞ്ഞിരിക്കുന്ന ഇവിടെ നിന്ന് നമുക്കൊരു 50 ഡിഗ്രി മെഷർ ചെയ്തെടുക്കാം. ആംഗിൾ 50 ഡിഗ്രി ആംഗിളാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 ഡിഗ്രി ആംഗിൾ മെഷർ ചെയ്തെടുത്തു. നമ്മൾ ജോയിൻ ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് ടീച്ചർ തൽക്കാലം ജസ്റ്റ് ഒന്ന് നീട്ടി വരയ്ക്കാം. അല്ലെങ്കിൽ നമുക്കതൊരു 3 സെൻറ്റിമീറ്റർ ആയി വരയ്ക്കാം. 3 സെൻറ്റിമീറ്റർ ആയിട്ട് വരയ്ക്കുമ്പോൾ 4 മുതൽ എടുത്താൽ
1 2 3 ഇത്ര 3 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു, 50 ഡിഗ്രി മെഷർ ചെയ്തെടുക്കുന്നു. ഇങ്ങോട്ടേക്കും നമ്മൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കണം, 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുക. അപ്പോൾ 7 മുതൽ എടുക്കുമ്പോൾ 1 2 3. ഈ മുകളിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്, മുകളിലേക്കുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. നമുക്ക് 40 ഡിഗ്രി എടുത്തു. സീറോയിൽ നിന്ന് 40 ആണ്, അല്ലെങ്കിൽ നമ്മൾ 140 ആണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ 140 ഇതാ കാണിച്ചു തരാം. ഈ ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ 140 വരും. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എത്ര എടുക്കണം, 140 തന്നെ സെയിം എടുക്കുക കേട്ടോ. 100 110 120 140 ഇവിടെ വരും. ഇനി മുകളിലേക്കുള്ള ഈ ഹൈറ്റ് നമ്മൾ 2 അല്ലേ എടുത്തിരുന്നേ, അതേ ഹൈറ്റ് തന്നെ ഇവിടെ എടുക്കാനുള്ള 2 കേട്ടോ. ഇങ്ങോട്ടേക്ക് നമ്മൾ 2 എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 2 എടുത്തു. അത് രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക, രണ്ടും ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്കൊന്ന് മായ്ച്ച് കളയാം. അടുത്തത് ഈ കോർണറിൽ നിന്നും നമുക്ക് 90 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ കോർണറിൽ നമ്മൾ 90 ഡിഗ്രി വരച്ചു. അതുപോലെ ഈ കോർണറിൽ നിന്ന് 90 ഡിഗ്രി. അവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഇവിടെ നേരെ ഹൈറ്റ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു, ഇവിടെ നേരെ ഹൈറ്റ് അടയാളപ്പെടുത്തുക. വരച്ചതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, റബ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയിൽ നമ്മൾ കളറടിച്ചാൽ മതിയാവും. ഓക്കെ. കളറ് ഒരു റോസ് കളറൊക്കെ പോലത്തെ ഒരു കളറാണ് കേട്ടോ. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് അതേ കളർ അടിക്കണേ. ഈ ഒരു ചിത്രത്തോടു കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരച്ച് നിങ്ങൾ കളറടിച്ച് ടീച്ചേഴ്സിനെ കാണിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഓർത്തേക്കണേ. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും മറക്കല്ല കേട്ടോ.